ഫണ്ണി ആൻഡ് ക്രേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഫാമിലി ടാസ്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടത്ത് പോയിട്ട് കൈപ്പാട്ടിലിറങ്ങിയിട്ട് കൈയിനെ കൊണ്ട് ഞണ്ട് പിടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ അച്ഛനാണ് കൈപ്പാട്ടിലിറങ്ങിയിട്ട് കൈയിനെ കൊണ്ട് ഞണ്ട് പിടിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു. സാധാരണയായിട്ട് ഞണ്ടിനെ ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കൈപ്പാടിന് ഞണ്ട് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റൈൽ ഞണ്ട് പിടുത്തം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ തന്നെ കൈപ്പാട്ടിലിറങ്ങിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഞണ്ടിനെ പിടിക്കുന്നത്. ഞാൻ റിയലി എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഞണ്ട് പിടിക്കുന്ന പറഞ്ഞാൽ വളരെ ക്ഷമ വേണ്ട ഒരു പ്രോസസ്സിങ് ആണ്. അതായത് വളരെ ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൈപ്പാട്ടിലെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഞണ്ട് പിടിക്കാൻ ആൾക്കാർ വരാറുള്ളത്. പകൽ സമയത്ത് തെളിഞ്ഞ വെള്ളത്തിൽ ഇവ അനങ്ങുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പിടിക്കാൻ കഴിയും. ഞണ്ടുള്ള സ്ഥലത്ത് നമുക്ക് ചെറിയ കുമിള പോലെയെല്ലാം കാണാൻ കഴിയും, ബബിൾസ്. അപ്പോൾ അത് നോക്കിയിട്ടും ആൾക്കാർ ഞണ്ട് പിടിക്കലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കുഞ്ഞു മത്സ്യക്കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നില്ലേ? ഇത് ഇരുമീൻ്റെ വർഗത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ മഞ്ഞച്ചൂട്ടാച്ചി എന്നും പറയാറുണ്ട്. ഞണ്ട് പിടിക്കലൊരു ഈസി ടാസ്ക് ഒന്നുമല്ല. അത് അറിയുന്നവർക്ക് മാത്രമേ കൈ കൊണ്ട് പിടിക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ശ്രമകരമായ ഒരു ജോലിയാണ്. കുറേ ഇങ്ങനെ നോക്കണം ഉണ്ടോ എന്നുള്ളത്. കമ്പ് വെച്ചിട്ട് ആൾക്കാർ പിടിക്കാറുണ്ട്. പക്ഷെ കൈ കൊണ്ട് പിടിക്കണ്ടെങ്കിൽ നല്ല എക്സ്പേർട്ടിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് ഇതൊരു ഹോബിയാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ ലിഷർ ടൈം ആക്ടിവിറ്റി എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഞണ്ടിനെ കിട്ടി. വാവ്, വലിയൊരു ഞണ്ടാണ് ശരിക്കും. വെരി എക്സൈറ്റിങ്. നല്ല വലിയൊരു മുഴുത്ത ഞണ്ടിനെ കിട്ടിയത് അറ്റ് ലാസ്റ്റ്. ഓക്കെ, വാ. എൻ്റെ ചെരുപ്പെല്ലാം പോയി, എന്നാലും സാരില്ല, വലിയൊരു ഞണ്ടിനെ കിട്ടി. ഓക്കെ, ഈ ഞണ്ടിനെ പിടിക്കാൻ പോകുന്ന സ്ഥലമെല്ലാം ഭയങ്കര ഇതാ എൻ്റെ ഒരു ചെരുപ്പ്
ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഒന്നിവിടെ എവിടെയോ ഉണ്ട്, വെള്ളത്തിൽ വീണുപോയി. എന്നിരുന്നാലും സാരമില്ല, നല്ല വലിയ കൊഴുത്ത ഞണ്ടിനെ തന്നെ കിട്ടി. നമ്മളിപ്പം 2 ഞണ്ടാണ് പിടിച്ചിട്ടുള്ളത്. ഈ 2 ഞണ്ടിനെ കൊണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ്. ടിൽ ദെൻ ബൈ. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.